വരെ നിങ്ങളും കാണും. വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഗാരേജിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അടുത്തത് നമ്മളെ ഗാരേജിക്ക് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കയറാൻ പോകുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇതിൽ അടിക്കാൻ പോകുന്ന കളർ സ്പോർട്ടീൻ റെഡ് എന്നിട്ടുള്ള കളറാണ്. ഒരു പോലീസ് ഓഫീസറുടെ വണ്ടിയാണ് കേട്ടത്. ഇതിലടിക്കാൻ പോകുന്നത് സ്പോർട്ടീൻ റെഡ് നമ്മുടെ ടയോട്ട ഗ്ലാൻസിക്കൊക്കെ വരുന്ന ഒരു റെഡ് കളറാണ്. അപ്പോൾ ആ ഒരു കളറാണ് നമ്മളിതിൽ പെയിൻറ്റിങ് ചെയ്യേണ്ടത്. സിൽവർ കളറായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുരുമ്പിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്ത് പ്രോപ്പറായിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ടിലെ സെറ്റിങ്ങൊക്കെ ചെയ്ത് ഇപ്പോൾ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ പാർട്സ് ആയതുകൊണ്ട് അതും വലിയ കളിയൊന്നും കളിക്കാനില്ല. അപ്പോൾ ഫ്രണ്ടിലെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കയറാനായിട്ട് നിൽക്കുന്നു. നമ്മുടെ ഗാരേജിൽ ഇന്ന് ഡെലിവറിക്ക് നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഗാരേജിൽ വരുമ്പോൾ ഒരു ഗോൾഡൻ കളർ വണ്ടിയായിരുന്നു. അത്യാവശ്യം ഈ പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയുമ്പോൾ. നോർമലായിട്ടുള്ള റസ്റ്റിൻ്റെ പ്രോബ്ലംസ് ഫ്ലോർ മാറ്റ് ഇട്ടതായിട്ട് സംബന്ധിച്ച റസ്റ്റ് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ഫുള്ളായിട്ടൊരു അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺസ് എന്നിട്ടുള്ള ക്രിസ്റ്റയുടെ കളർ നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഇന്ന് നമുക്ക് ഡെലിവറി ചെയ്യണം. അപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പോളിഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വാച്ച് ആപ്ലിക്കേഷൻ മാത്രം ബാലൻസ് ഉള്ളൂ. ഈ ഒരു വണ്ടി നീറ്റ് ആൻഡ് ക്ലീനിലാണ് നമ്മൾ ഗാരേജിക്ക് വന്നത് കേട്ടോ. വണ്ടി പ്രൈമറി ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി വന്നപ്പോൾ പക്ക ഫിനിഷിംഗ് ആയിരുന്നു. പക്ഷേ ആ ഫിനിഷിങ് ഇങ്ങനെയായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ ഫിനിഷിങ്, ഇതായിരുന്നു അതിൻ്റെ കോട്ടിങ്. നമ്മൾ PPF ചെയ്യുന്നൊരു അവസ്ഥ മാതിരിയാണ് ഇപ്പോൾ ഈ കോട്ടിങ് ഒലിഞ്ഞു പോകുന്നത്. ഫുള്ളായിട്ട് ഒലിച്ച് കളഞ്ഞു. ഫുള്ളായിട്ട് ഒലിച്ചാൽ സാൻഡ് ചെയ്തിരുത്തിയതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ പ്രൈമർ അടിച്ചിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ചെറുതായിട്ട് പാറിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒന്നിനല്ല, കട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ അത് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. 2000 മോഡലുള്ള വണ്ടിയാണ്. അത്യാവശ്യം 2009 വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഫുള്ളായിട്ട് ഒരു 4:30 ആയപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്തു. കസ്റ്റമർ ചെറുപ്പളശ്ശേരിയിൽ നിന്ന് വന്ന ഒരു കസ്റ്റമറായിരുന്നു. കസ്റ്റമർക്ക് വണ്ടി വളരെയധികം ഇഷ്ടപ്പെട്ടു. വണ്ടി ഒരു ഗോൾഡൻ വണ്ടിയായിരുന്നു. ഈ ഒരു വണ്ടീനെ നമ്മൾ മൊത്തത്തിൽ ടൈപ്പ് 4ലേക്ക് മാറി. കസ്റ്റമർ അലോയ് വീലെല്ലാം പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അലോയ് വീല് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും കസ്റ്റമർ ചേഞ്ച് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ വണ്ടി ഇവിടെ 2011 മോഡൽ വണ്ടിയായിരുന്നു. അപ്പോൾ വണ്ടിയുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഈ ഒരു വണ്ടിയായിരുന്നു. വണ്ടി ഫ്രണ്ട് പ്രൊജക്ടർ, ഹെഡ്ലൈറ്റ്, ബാക്കിലെ ടൈലൈറ്റ് LED, ഫുൾ പെയിൻറ്റിങ്, ടൈപ്പ് 4 കൺവേർഷൻ എന്നുള്ള രീതിയിൽ നമ്മളെ ഗാരേജിക്ക് വന്നതാണ്. ഫ്രണ്ടിൽ ബമ്പർ സ്കർട്ട് ആഡ് ചെയ്തു, ബാക്കിൽ ബമ്പർ സ്കർട്ട് ആഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വണ്ടിക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കിലെ റിഫ്ലക്റ്റ് LED ആഡ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഗ്രാൻഡ് ബ്രോൺസ് എന്നുള്ള ക്രിസ്റ്റയുടെ കളറാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. പിന്നെ നമ്മൾ ഇന്ന് മാപ്രാണം ആ ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്, കരുവന്നൂർ ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മുടെ വൈഫിൻ്റെ വീട് വരുന്നത് കരുവന്നൂരാണ്. അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ ഏകദേശം ഒരു 600 മീറ്ററോളം വെള്ളത്തിൽ പോകേണ്ടി വന്നു നമ്മുടെ ഇരട്ടിയും കൊണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോ ഉണ്ട്. അത് കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ തീർക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക്. ബൈ. ഞങ്ങളുടെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകണ ഒരു വഴിയാണ് കേട്ടോ. നമ്മുടെ ഇരട്ടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. നിലവിൽ നല്ല രീതിയിലുള്ള വെള്ളമുണ്ട്. 2 അടിക്ക് വെള്ളമുണ്ട്. വേറെ വഴിയുണ്ട് അവിടേക്ക് പോകാം. പക്ഷെ ആ വഴി ചുറ്റി വളഞ്ഞ് പോകണം. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ പണി നടക്കണ കാരണം നമുക്ക് ഈ വഴിയാണ് എളുപ്പമായിട്ട് വരണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി പോകണത് കേട്ടോ.
നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു റേഞ്ചിൽ വെള്ളമുണ്ട്. അപ്പോൾ എർട്ടിക ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ക്രോസ് ആവും ഉറപ്പാണ്. കാരണം എയർ ഫിൽറ്ററിൻ്റെ അവിടേക്ക് എത്തിയാലാണ് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വെള്ളം വന്നാലാണ് ബുദ്ധിമുട്ടുള്ളത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഏകദേശം ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഏകദേശം ഒരു 600 മീറ്ററോളം ഇതേപോലെ തന്നെയാണ്. ഈ വെള്ളത്തിൽ കൂടെ തന്നെ നമ്മൾ പോകണം, കുറവൊന്നുമില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും എത്തണ വരെ നിങ്ങളും കാണും. ചെറിയ ടെൻഷനുണ്ട്, കാരണം നല്ല കട്ടർ റോഡാണത്. നല്ല റോഡാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നല്ല കുഴിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അതിൻ്റെ ഒരു ഇതുണ്ട്. വേറെ വെള്ളം കയറിയിട്ട് വണ്ടി ഓഫ് ആവണ ഒരു കംപ്ലൈൻറ്റ് എന്തായാലും വരില്ല. ഈ സമയത്ത് ഫുള്ളായിട്ട് ക്ലച്ചർ ഫുള്ളായിട്ടാണ് റിലീസ് ചെയ്തിരിക്കണം കേട്ടോ. ക്ലച്ചും ഇടയ്ക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി വൈബ്രേറ്റ് ചെയ്യും, പിന്നെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് കയറി, ഇനി ഇത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ട്, അവിടെ ഒരു കുഴിയാണ്. കുഴി എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് പോയിട്ട് ഒരു ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും ശാലുമായിട്ടുള്ള രീതിയാണ്. അപ്പോൾ അവിടെ ഇത്തിരി വെള്ളം കൂടുതലായിരിക്കും. അപ്പോൾ അതും കൂടി ക്രോസ് ആയാൽ കംപ്ലീറ്റ് ആയി. കണ്ടോ, വെള്ളം ഒഴുകണ ഒരു സ്ഥലമാണ് അത്. ഇത് കുറച്ച് ആഴം കൂടുതലായിരിക്കും. നമ്മുടെ വണ്ടി സിമ്പിളായിട്ട് ക്രോസ് ചെയ്തു കേട്ടോ. നമ്മൾ ഈ അകത്തുനിന്ന് വീഡിയോ എടുക്കണ വണ്ടി കാണിട്ടില്ല. ഏകദേശം 600 മീറ്റർ ക്രോസ് ചെയ്ത് വന്നു കേട്ടോ.